ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ. എന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇതേപോലെ ഒന്ന് വെതറി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കളറ് ഒരുപാട് ഡാർക്കായി പോവരുത്. ഡാർക്ക് ആകുമ്പോഴത്തേക്കും അതിനൊരു കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുഡിങ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ആ പുഡിങ്ങിലും ഒരു കയ്പ്പ് വരും. അതുകൊണ്ടിട്ട് ഡാർക്ക് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ പഞ്ചസാരയൊക്കെ ഇപ്പോൾ ഇവിടെ ക്യാരമലായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബട്ടറിന് പകരം നെയ്യ് ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഉടനെ തന്നെ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം പകുതി പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും പഞ്ചസാര ഇതേപോലെ ഒന്ന് കട്ട പിടിച്ച് വരും. കുഴപ്പമില്ല, പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അത് മെൽറ്റായിക്കോളും. ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാത്ത നല്ല കട്ടിയുള്ള ഫുൾ ഫാറ്റ് മിൽക്കാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഈ സമയത്ത് മധുരം നോക്കിയിട്ട് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, എനിക്ക് ഈ മധുരം ഓക്കെയാണ്. ഇതിപ്പോൾ പാലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടാറി വരട്ടെ. ഇനി വേണ്ടത് കോഴിമുട്ടയാണ്. ഞാനിവിടെ ഒരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി മുട്ടയുടെ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഇപ്പോൾ നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവി കയറ്റി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം നെയ്യാണെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. എല്ലാ ഭാഗത്തും നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഇപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ആവി കയറ്റി എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഞാൻ ഇതൊന്ന് അലൂമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന പാത്രം ഒന്നില്ലെങ്കിൽ ഒരു മൂടി വെച്ച് മൂടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഇത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് വെന്തോന്നൊന്ന് നോക്കാം. ഒരു സ്റ്റിക്ക് കൊണ്ടിട്ട് ഒന്നിത് കുത്തി നോക്കാം. കുത്തി നോക്കുമ്പോഴത്തേക്കും ആ സ്റ്റിക്കിൻ്റെ അകത്തൊന്നും പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി ഒന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം ഇത് 2 മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു പുഡിംഗ് ആയിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഒന്ന് അറിയിച്ചേക്കണേ. എന്നാൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.